ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോക്കർ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ലെവൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയുടെ 25.40 അപ്സൈഡ് ലിക്വിഡിറ്റി. അത് ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ താഴേക്ക് വന്നിട്ട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയ 24,986 ടാപ്പ് ചെയ്ത്. രണ്ട് ലിക്വിഡിറ്റി അപ്സൈഡും ഡൗൺ സൈഡും ടാപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടിലും നമുക്ക് എൻട്രി ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് കൺഫർമേഷൻ എടുത്തിട്ട് ചെയ്യാം. ഒന്നാമത് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റി 55,418 എന്നുള്ള അപ്സൈഡ് ലിക്വിഡിറ്റിയെ ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും നോക്കുക. ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 55,276 ആണ്. അത് ടാപ്പ് ചെയ്തിട്ടില്ല. അത് ടാപ്പ് ചെയ്താലേ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്കാണ് നോക്കുക. ഏതായാലും ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:16 നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം. 55,500 പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം. മാർക്കറ്റ് ആ ഒരു ഡേ ഹൈ ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ ഓർഡർ കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുട്ട് ഓപ്ഷൻ ബൈ 55,500 അവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്യട്ടെ. വെയിറ്റ് ചെയ്യാം. വാല്യൂ 55,500 508 55,500 മുകളിൽ ഓക്കെ എൻട്രി എടുക്കാം. നമുക്ക് ഓക്കെ ബൈ കൊടുക്കാം. നമ്മുടെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 563 നമുക്ക് എൻട്രി വന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആണ്. മാർക്കറ്റ് ഇനി താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. മുകളിലേക്ക് തന്നെ പോകണമെങ്കിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യും. പിന്നെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ സെക്കൻഡ് ട്രേഡ് നോക്കും. ഓക്കെ, ഇനി അത് വാസൽ അടിക്കുകയാണെങ്കിൽ ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ SL അടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റോപ്പ് ലോസ് അത് 1:1 വരെയൊക്കെ വന്നു. അതിനുശേഷം SL 3,000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചു. പിന്നെ SL 563 നമ്മൾ എൻട്രി എടുത്തു. 543 SL. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 10:55 നമുക്കൊരു നിഫ്റ്റിയിൽ ഇന്ന് ഫസ്റ്റ് 1 മിനിറ്റ് വലിയൊരു ക്യാൻഡിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയതിനു ശേഷം ഇപ്പോൾ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നമുക്ക് എടുക്കാം. 25,037 ഇപ്പോൾ ഉള്ളത്. ആ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബൈ കൊടുക്കാം. ഒരു പുട്ട് ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്യുന്നത്. 25,000 പുട്ട് ഓപ്ഷൻ. അതുപോലെ 6 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. 20 സെൻസ് 1:5 റേഞ്ചിൽ ഇന്നത്തെ ഡേ ലോ ഒക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാം. ഈ ട്രേഡിലും കൂടെ ലോസ് വരികയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ട്രേഡ്. 2 ട്രേഡ് SL വന്നാലും. ഓക്കെ, നോക്കാം. എൻട്രി തരട്ടെ. ഓക്കെ, ബൈ ചെയ്യാം. 142.45 എൻട്രി ചെയ്യുന്നത്. 153 എൻട്രി മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ എടുക്കാം. 144. ഇനി കൂടിയോ 143 മാർക്കറ്റ് പ്രൈസിൽ അടിക്കുക. ഏതായാലും അഥവാ കുറഞ്ഞ് ഫാള് വരികയാണെങ്കിൽ പണി കിട്ടും. 143 ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ എൻട്രി കിട്ടിയത് 144 കേട്ടോ. 143.50 നമുക്ക് ഇന്നത്തെ ഡേയിലോ നിഫ്റ്റിയിൽ ടാർഗറ്റ് വെക്കാം. ഇനി അതല്ല മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ SL അടിക്കുകയും ചെയ്യും. ഇനി ഇൻ കേസ് മാർക്കറ്റ് പുതിയത് ഏതെങ്കിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിംഗിളോ നിഫ്റ്റിയിൽ എടുക്കുകയാണെങ്കിൽ നോക്കാം നമുക്ക്. കാരണം പുതിയൊരു 5 മിനിറ്റ്സ് IDX ക്രിയേറ്റ് ആവും. ആ സമയത്ത് ഇറങ്ങി എന്തേ ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. SL ആവുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് ഉണ്ടാവില്ല. ഓക്കെ, ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പം. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 1 മണിക്കൂറായി. മാർക്കറ്റ് ഇപ്പോഴും ഒരു വലിയ മൂവ്മെൻറ്റും തന്നില്ല. അപ്പം ഒരു 5 മിനിറ്റ്സ് IDX ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്യണമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഈ ട്രേഡിന് ഈ സിംഗിളോ എടുക്കുമ്പോൾ മാർക്കറ്റിൽ ഇറങ്ങാം. 25,000 താഴെ വരുമ്പോൾ. ഓക്കെ, 27,000 താഴെ വന്നിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യായിരിക്കും നന്നാവുക. 9,000 അടുത്ത് 8,500 പ്രോഫിറ്റ് ഉണ്ട്. ഹോൾഡ് ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ?
എക്സിറ്റ് ചെയ്യാതെ 9000 കയ്യുണ്ട് പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞാലോ, അഥവാ പോയാലോ അല്ലേ? അല്ല, വേണ്ട, റിസ്ക് എടുക്കണ്ട. മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് ബാങ്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഇറങ്ങാനല്ലേ. നമുക്ക് 7800 റേഞ്ചിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ട്രേഡിൽ. കാരണം എന്താ വെച്ചാൽ 1:5 റേഞ്ചിലേക്കൊന്നും തൊട്ടടുത്ത് ബാങ്കിലോ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 144 നമ്മൾ എൻ്റെ അടുത്ത് 158 എക്സിറ്റ്. അത് 1 മണിക്കൂറില്ലേ, 10:86 ട്രേഡ് എടുത്താൽ 11:56 സംതിങ് ആയിട്ടോ. നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഉണ്ടല്ലോ കയറുന്നത് തിരിച്ച്. അതുമല്ല, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റിയാണ് ആ ഒരു ഏരിയ. അപ്പം അവിടെ നിന്നും പിന്നെ പറഞ്ഞ പോലെ മുകളിലേക്ക് പോകാനും പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ബെറ്റർ ഇറങ്ങി തന്നെയാണ് നല്ലത്. ഇനി അഥവാ മാർക്കറ്റ് പോയാലോ, മാർക്കറ്റ് ഓവറോൾ നല്ല പുള്ളിഷായ മാർക്കറ്റ് 2 ദിവസം അല്ലേ, പിന്നെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടൊക്കെ മൂവ് ചെയ്യുള്ളൂ. അത്രയും ഡേയ്സിൽ അപ്പ് സൈഡ് പോയി ഡൗൺ സൈഡ് പോയി ഇങ്ങനെ കളിച്ചിട്ട് നമുക്ക് അധികം വലിയ ടാർഗറ്റുള്ള ട്രേഡ്സൊക്കെ ഇപ്പോൾ വലിയ റിസ്ക് ആണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇനി നമ്മൾ 2 ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വല്ല ഇനി ട്രേഡ് ചെയ്യണ്ട. ഇനി നല്ല ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്പ് സൈഡ് ഡയറക്ഷനിലേക്ക് ഏതെങ്കിലും സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ പോലെ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി അത് ബാങ്ക് നിഫ്റ്റീൻ്റെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ അപ്പ് സൈഡ് ഡൗൺ സൈഡൊക്കെ ചെറിയ ചെറിയ ഏരിയയിൽ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പം ഒരു വലിയ ടാർഗറ്റ് ഏതായാലും കിട്ടൂല. അപ്പോൾ നല്ല ഇനി ചാൻസ് വരികയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ട്രേഡും കൂടെ നോക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, 2 ട്രേഡിൽ നിർത്താം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 12 മണിയായിട്ടുണ്ട്. നമുക്കൊരു സ്കാൽപ്പിംഗ് പോലെ ഒരു ട്രേഡും കൂടെ ചെയ്യാം. കാരണം ചെറിയ ടാർഗറ്റും ചെറിയ എസ് എല്ലും സെയിം തന്നെ. ടാർഗറ്റ് 1:1-2 റേഞ്ചിലൊക്കെ നോക്കാം, നമുക്ക് ബൈ ചെയ്യാം. നമുക്ക് 3ാമത്തെ ട്രേഡാണ് കേട്ടോ, സെക്കൻഡ് ട്രേഡല്ല. ഒരു ട്രേഡിങ് സ്കാൽപ്പിംഗ് ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അന്നത്തെ ദിവസം. എസ് എൽ ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഇന്ന് ട്രേഡ് ഇല്ല. കാരണം ഓവറോൾ മാർക്കറ്റ് എന്താ പറയുക, വീണ്ടും 5 മിനിറ്റ്സ് ട്രേഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം മാർക്കറ്റ് ചെറിയൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് 55,644. അപ്പോൾ അതുവരെയെങ്കിലും പോകുന്നുള്ളതാണ് പ്രതീക്ഷ. അവിടുന്ന് താഴേക്കും ഓപ്പർച്യൂണിറ്റി ഇല്ല കേട്ടോ, അത് എസ് എൽ ആണെന്ന് തോന്നുന്നു. പ്രീമിയത്തിൻ്റെ വരവ് കണ്ടിട്ട് നമുക്കിനി ഡൗൺ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് 55,644 മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിലാണ്. അപ്പോൾ അതുവരെ ഒരു ടാർഗറ്റ് വെക്കാം നമുക്ക്, ഒരു സ്കാൽപ്പിംഗ് പോലെ. കാരണം നല്ല ബുള്ളിഷായി പോയ മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ കുറച്ച് ആളുകളെങ്കിലും പുട്ട് ഓപ്ഷൻ എടുക്കുക. അവരൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ താഴെ വരിക. ആ ഒരു വ്യൂ ആണ്. അതായത് പ്രോപ്പറായിട്ടുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയാണ്. വലിയ നമുക്ക് ടാർഗറ്റ് നമ്മുടെ നോർമലി നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഒന്നും ഇല്ല, നമ്മൾ അവിടുന്ന് ട്രേഡ് എടുക്കുന്നില്ല. പക്ഷേ ജസ്റ്റ് സ്കാൽപ്പിംഗാണ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു ടാർഗറ്റ് അടിച്ചതുകൊണ്ട് ഒരു ട്രേഡും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൂ. നമ്മുടെ ലോസൊക്കെ ഒന്ന് കവർ ആയിട്ടുണ്ടല്ലേ. ആ ഒരു പെട്ടെന്ന് വലിയൊരു ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ആ ഒരു ഈക്വൽ ആയിട്ടുള്ള കുറേ ഈക്വൽ ലെവൽസ് ഉണ്ട്. അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഒന്ന് വാള ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എന്നിട്ട് റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാനും പറ്റും. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എസ് എൽ ആണോ ടാർഗറ്റ് ആണോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് കോസ്റ്റ് പ്രൈസിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടല്ലേ. നമുക്ക് 2000 എബോവ് ഒക്കെ ലോസ് കാണിച്ചതാണ്. വീണ്ടും കോസ്റ്റ് പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതൊരു ഈക്വൽ ലോ കണ്ടില്ല നിങ്ങളവിടെ. ഒരു 3-4 പ്രാവശ്യം ഒരു ലോ ലെവലിൽ ടാപ്പ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഒരുപാട് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും മാർക്കറ്റ് താഴേക്ക് പോകും എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് ഓർഡേഴ്സ് അവിടെ ഉണ്ടാവാനും പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയാൽ നമുക്ക് എന്താ പറയുക, ചെറിയ ടാർഗറ്റ് മതിയല്ലോ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:23 നമ്മുടെ ടാർഗറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടുണ്ട്. 20 മിനിറ്റായി നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ലേ, 20 മിനിറ്റിലേറായി. ഓക്കെ, നമ്മുടെ ഏരിയ എത്തിയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. 6,000 എബോവ് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് എക്സിറ്റ് ചെയ്യാം. എത്തിയിട്ടുണ്ട് ലെവലെത്തിയിട്ടുണ്ട്. 1:2 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3ാമത്തെ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി 2 ട്രേഡാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ 3 ആയിരുന്നു. ഒരു പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ഒന്നും കൂടി ട്രേഡ് ചെയ്തത്. നമ്മൾ 729 എൻട്രി എടുത്ത് 770 എക്സിറ്റ് ചെയ്തു. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ്സ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷമുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ആയിരുന്നു. അത് അപ്സൈഡ് 55,644 ഒരു ലിക്വിഡിറ്റി ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക, അവിടുന്ന് താഴേക്ക് പോരാനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം ആ ട്രേഡിൽ നിൽക്കാൻ പറ്റില്ല. ഏതായാലും ഇനി താഴേക്ക് ഒന്നും ട്രേഡ് ചെയ്യുന്നില്ല, ഇനി സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
നാളത്തെ ദിവസം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ നോക്കാം. ഞാൻ ഏതായാലും ഈവനിങ് അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:18 നമ്മൾ പിന്നീട് ട്രേഡൊന്നും എടുത്തിട്ടില്ല. മാർക്കറ്റിൽ ചെറിയ ചെറിയ അപ്പ് സൈഡും ഡൗൺ സൈഡും ലിക്വിഡിറ്റി ഉണ്ടായി ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കുകയല്ലാതെ നല്ലൊരു എൻട്രി ഏരിയ ഒന്നുമില്ല. നമ്മൾ രാവിലെ എടുത്ത ഒരു 3 ട്രേഡ് തന്നെ ഉള്ളൂ. അതിൽ 2 ടാർജറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, 2ലും ടാർജറ്റ് ഒന്നുമില്ല. ചെറിയ ഒരു 1:3ഉം 2 ഒക്കെ കിട്ടിയെന്നുള്ളൂ. ഒരു SL ആണ്. അപ്പോൾ നിഫ്റ്റിയുടെയും ബാങ്കിൻ്റെ ഒക്കെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം തൊട്ടടുത്ത് തന്നെ ഒരുപാട് ലിക്വിഡ്, ഇപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്, അപ്പ് സൈഡ് ലിക്വിഡിറ്റി തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് ഒരു എൻട്രി എടുത്താൽ തന്നെ ടാർജറ്റിലേക്ക്, ഇപ്പോൾ അതിനുശേഷമുള്ള ഒരുപാട് ലിക്വിഡിറ്റി ഏരിയകൾ ഉണ്ടാക്കി എന്നല്ലാതെ ഒന്നിലേക്കും വലിയൊരു ടാർജറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചപ്പോൾ ഓൾറെഡി നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണൊക്കെ 3 ആയില്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ട്രേഡ് ചെയ്ത് ഒരു എൻട്രി തരുന്ന സമയത്ത് തന്നെ അപ്പ് സൈഡിലേക്ക് പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു ലിക്വിഡിറ്റി ഉണ്ട് ഒരു 100 പോയിന്റിൻ്റെ ഉള്ളിൽ ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ എൻട്രി വന്നു. അപ്പോൾ പുതിയൊരു ഐഡിയ അവിടെ 655-600 പുതിയൊരു എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്കും വലിയൊരു ഡിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ കുറേ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് ആയത്. ഒരു ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 2:30 ആയി. ഇപ്പോൾ സമയമില്ലല്ലോ നമുക്ക്. ഒരു ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഉള്ളിലായിരുന്നു 1 മിനിറ്റ് 5 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് അങ്ങനെ സ്പെൻഡ് ചെയ്തായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. രാവിലെ നമ്മൾ എക്സിറ്റ് ചെയ്ത സമയത്ത് 25-40 മുകളിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അത് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാമായിരുന്നു. പക്ഷേ മാർക്കറ്റ് ആ ഏരിയയിലേക്കൊന്നും വന്നില്ല. കുഴപ്പമില്ല, നമുക്ക് നാളെ നോക്കാം. ഇന്നിപ്പോൾ ഓവറോൾ 10,000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു, ബൈ.